എന്താണ് അവിടെ അവർക്ക് അവരുടെ സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇരുന്നത് എന്നുള്ളതിനെ മാറ്റം വരുത്തി കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു വസ്തു. അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എനിക്ക് തീർച്ചയായിട്ടും ഖണ്ഡിക്കുവാനായിട്ട് സാധിക്കും. അതിനെ ഞാൻ ഒരു തരത്തിലും സ്വീകരിക്കുന്നില്ല. അമ്മമാര് എൻ്റെ ഒരിക്കൽ വരികയും അമ്മയുടെയൊക്കെ മാല ഉപയോഗിച്ച് പെൻഡുലം എന്നുള്ള രീതിയിൽ അതിനെ ഉപയോഗിച്ച് ഈ പറഞ്ഞിട്ടുള്ള അതിൻ്റെ ലിംഗനിർണയം കണ്ടെത്തി കൊടുക്കുകയുമായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. നമസ്കാരം. ഇൻഫോ മീഡിയ മലയാളം എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മഹത് വ്യക്തിയാണ്. നമ്മൾ മിസ്റ്റിക് സയൻസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് മിസ്റ്റിക് സയൻസ് എന്നും അത് അന്ധവിശ്വാസമാണോ, ഒരു മനുഷ്യൻ രക്ഷപ്പെടാനായിട്ട് എന്തൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കാം എന്ന് പുരാതന കാലം മുതലേ കണ്ടെത്തിയിരുന്നു. അത് മാന്ത്രിക കർമ്മങ്ങളാകാം, മറ്റ് കർമ്മങ്ങളാകാം. ലോകമെമ്പാടും തന്നെ ഇത്തരം വൈജാത്യങ്ങൾ ഉണ്ടായിരുന്നു, ഇത്തരം കർമ്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ശാസ്ത്രശാഖ കൈകാര്യം ചെയ്ത ഒരു റിട്ടയർഡ് ഗവൺമെൻറ് എംപ്ലോയി കൂടിയായ ശ്രീ ബിജു എബ്രഹാം അവർകളെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം ഈ മേഖലയിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ട് 45 വർഷമായിരുന്നു. അദ്ദേഹത്തെ നമ്മൾക്ക് പരിചയപ്പെടാം. നമസ്കാരം സാർ. നമസ്കാരം സാർ. എന്താണ് മിസ്റ്റിക് സയൻസ് അഥവാ നിഗൂഢ ശാസ്ത്രം? അങ്ങനെ ഒരു ശാസ്ത്രമുണ്ടോ, അല്ലെങ്കിൽ അത് മാനവരാശിക്ക് എത്ര തരത്തിൽ, ഏത് തരത്തിൽ അത് പ്രയോജനപ്പെടുന്നു എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാമോ? മിസ്റ്റിക് സയൻസ് അല്ലെങ്കിൽ നിഗൂഢ ശാസ്ത്രം പണ്ട് മുതൽ, ചരിത്രകാലം മുതൽ തന്നെ ബൈബിളിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള പരാമർശം ധാരാളമായിട്ടുണ്ട്. നമ്മളാരും അതിനെപ്പറ്റി കണ്ടെത്തുക അല്ലെന്നുണ്ടെങ്കിൽ അതുമായിട്ട് സംസർഗപ്പെടുക ചെയ്യാത്തത് കൊണ്ട് മാത്രമുള്ളതാണ്. മറ്റേ ആൾക്കാർക്ക് ഗോചരമല്ലാത്ത, ദൃഷ്ടിഗോചരമല്ലാത്ത കാര്യങ്ങളെപ്പറ്റി, എന്നാൽ യാഥാർത്ഥ്യമായിട്ടുള്ളതിനെപ്പറ്റി കണ്ടെത്തുക എന്നുള്ളതാണ് മിസ്റ്റിക് സയൻസ് അല്ലെങ്കിൽ നിഗൂഢ ശാസ്ത്രം. ഉദാഹരണമായിട്ട് കിണറിന് സ്ഥാനം കാണുക. ജലം ഒരു പറമ്പിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ജലം ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ അത് കൃത്യമായിട്ട് എവിടെയാണ് കിടക്കുന്നതെന്ന് സാധാരണക്കാർക്കത് ഗോചരമല്ലാത്തത് കൊണ്ടാണ് അതിനെ നിഗൂഢമായിട്ട് എന്നുള്ളത് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ എവിടെയാണ് കൃത്യമായിട്ടുള്ള സാന്നിധ്യം, ദൃഷ്ടിഗോചരമല്ലാതെ കിടക്കുന്ന ആ ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് ഉദാഹരണമായിട്ടുള്ള ഒരു നിഗൂഢമായിട്ടുള്ള ഒരു വസ്തുത. അങ്ങ് ഏതൊക്കെ ശാസ്ത്രശാഖകളാണ് നമ്മൾ ഇത്തരത്തിൽ അതിനായി ഉപയോഗിക്കുന്നത്? ഉദാഹരണത്തിന് നമ്മൾ പറയുന്നുണ്ടല്ലോ, പെൻഡുല ശാസ്ത്രം, അല്ലെങ്കിൽ ശംഖ് ജ്യോതിഷം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം അങ്ങ് എത്ര വർഷമായി ഈ മേഖലയിൽ നിൽക്കുന്നു? അങ്ങ് ഈ മേഖലയിലേക്ക് വരാനുള്ള കാര്യം എന്താണ്? എനിക്കിപ്പോൾ 62 വയസ്സായി. ഞാൻ ഏകദേശം ഒരു 12 വയസ്സ് 15 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ പെൻഡുലം ഉപയോഗിക്കാനായിട്ട്, പെൻഡുലം എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ദോലകം ഉപയോഗിച്ച് സ്ഥാനം കാണുക, കിണറിന് സ്ഥാനം കാണുക. അന്ന് ആ ഒരു ചെറുപ്രായത്തിൽ കിണറിന് സ്ഥാനം കാണുക എന്നുള്ള അത്രയുമുള്ള ഒരു കോംപ്ലക്സിറ്റിയിലോട്ട് പോയിട്ടില്ലായിരുന്നു. പക്ഷേ അന്നൊക്കെ വീട്ടിൽ കോഴിമുട്ട അടവെക്കുന്നതിന് മുമ്പായിട്ട് അത് പിടക്കോഴിയാണോ പൂവൻ കോഴിയാണോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് അമ്മമാർ എൻ്റെ ഒരിക്കൽ വരികയും അമ്മയുടെയൊക്കെ മാല ഉപയോഗിച്ച് പെൻഡുലം എന്നുള്ള രീതിയിൽ അതിനെ ഉപയോഗിച്ച് ഈ പറഞ്ഞിട്ടുള്ള
അതിൻ്റെ ലിംഗനിർണയം കണ്ടെത്തി കൊടുക്കുകയുമായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. പിന്നീട് ഇതിനോടുള്ള ഒരു കൗതുകം ഏത് തരത്തിലാണ് പിന്നീട് ഈ മുട്ട വിരിഞ്ഞ് അതിന് പ്രായമായിട്ട് ഞാൻ കണ്ടെത്തിയ രീതി അനുസരിച്ചിട്ടുള്ള പിടാപ്പൂവൻ കോഴികൾ സത്യമാണ്, ശരിയാണ് എന്ന് ബോധ്യമായതിനോടൊപ്പമാണ് ഇത് ഏത് രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഞാൻ ഇതിലേക്ക് കൂടുതൽ പോകുവാനിടയായത്. അപ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ പഠിക്കുവാനും ഇതുമായിട്ട് കൈകാര്യം ചെയ്യുന്നവരായിട്ടുള്ളവരെ പരിചയപ്പെടുവാനും ഇടയാകുകയും അങ്ങനെ ഞാൻ ഈ ഒരു രംഗത്തേക്ക് കൂടുതൽ വരാനായിട്ട് താല്പര്യമുണ്ടാകുകയും ചെയ്തു. അപ്പം ഇന്ന് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ഞാൻ പല പ്രദേശങ്ങളിലും ജലദൗർലഭ്യമുള്ള സ്ഥലങ്ങളിൽ ആൾക്കാരെന്നെ വിശ്വസിച്ച് വിളിക്കുകയും അവിടെയൊക്കെ പോയി കൃത്യമായിട്ട് കിണറിന് സ്ഥാനം കണ്ടെത്തി കൊടുക്കുകയും അവരെയൊക്കെ ജലമാണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വസ്തു. അപ്പം അതിന് അങ്ങനെയുള്ള കാര്യം ചെയ്തു കൊടുക്കുക വഴി ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനം അവരുടെ നിത്യജീവിതത്തിൽ ചെയ്തു കൊടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിഗൂഢമായിരിക്കുന്ന അത് ചില വീടുകളിൽ താമസം തുടങ്ങിക്കഴിയുമ്പോൾ അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതം ലഭ്യമാകാതെ വരുമ്പോൾ ഇതിന് ഏതെങ്കിലും അദൃശ്യമായിട്ടുള്ള ഏതെങ്കിലും ശക്തിവിശേഷങ്ങളോ അല്ലെങ്കിൽ അദൃശ്യമായിട്ടുള്ള ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ആണ് ഈ പറയുന്ന രീതിയിൽ മറ്റ് രീതിയിലുള്ള കാരണങ്ങളൊന്നും ഇല്ലാതിരിക്കെ അവർക്ക് സ്ഥിരമായിട്ടുള്ള അസുഖങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വീട്ടിൽ നിത്യമായിട്ടുള്ള കലഹങ്ങൾ, ഇവയൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് കണ്ടെത്തുന്നതിലേക്ക് ഒരു വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് അനുഭവപ്പെടുന്നതായിട്ടുള്ള ചില തരംഗങ്ങൾ, അത് ഒരുപക്ഷെ ശാസ്ത്രീയമായിട്ട് അതിന് ഒരു വിശദീകരണം നൽകുവാൻ സാധിക്കുകയില്ലെങ്കിൽ പോലും അനുഭവമാണല്ലോ നമ്മളുടെയൊക്കെ ഗുരു. അനുഭവത്തിലൂടെ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനും അതിന് എന്താണ് അവിടെ അവർക്ക് അവരുടെ സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇരുന്നത് എന്നുള്ളതിനെ മാറ്റം വരുത്തി കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു വസ്തുത. അതുപോലെ തന്നെ പലരും അനുഭവിക്കുന്നതായിട്ടുള്ള ദുരിതങ്ങൾ ഏത് രീതിയിലാണെന്നോ എവിടെ നിന്നാണെന്നോ ഉള്ളത് പിൻ പോയിന്റ് ചെയ്ത് അത് കൃത്യമായിട്ടുള്ള അതിൻ്റെ സ്ഥാനം കണ്ടെത്തി അതിനെ അങ്ങനെയുള്ള ആ ഒരു ഉപദ്രവകരമായിട്ടുള്ള പ്രസരണം വരുന്ന സ്ഥലത്തിൽ നിന്ന് അതിനെ മാറ്റി കൊടുക്കുക വഴി അവർക്ക് അവരുടെ സാധാരണഗതിയിലുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു കൊടുക്കുവാനായിട്ട് ഒരു മാധ്യമമായി അല്ലെന്നുണ്ടെങ്കിൽ അതിന് ഇടയായി തീരുക വഴി ഉള്ള ഒരു ചാരിതാർത്ഥ്യമാണ് എനിക്ക് പിന്നോട്ട് നോക്കുമ്പോൾ ഇത് സംബന്ധിച്ച് പറയുവാനുള്ളത്. ഇതൊരു അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? അതായത് നമ്മൾക്ക് അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എനിക്ക് തീർച്ചയായിട്ടും ഖണ്ഡിക്കുവാനായിട്ട് സാധിക്കും. അതിനെ ഞാൻ ഒരു തരത്തിലും സ്വീകരിക്കുന്നില്ല. കാരണം മറ്റുള്ളവർക്ക് സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യം, അതായത് ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തിൻ്റെ സാന്നിധ്യം, നമ്മൾക്ക് ഇന്നടത്ത് ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ കിണർ കുഴിക്കുക വഴി ജലം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അന്ധവിശ്വാസമാകുന്നത് എങ്ങനെയാണ്? അത് ഒരു യാഥാർത്ഥ്യം തന്നെയല്ലേ? ഇപ്പോൾ താങ്കൾക്കോ മറ്റു പലർക്കുമോ ഇവിടെ ഇരിക്കുന്ന മറ്റു പലർക്കുമോ ഒരു ജലത്തിൻ്റെ സാന്നിധ്യം ഒരു പറമ്പിൽ ചെന്ന് കാണിച്ചു കൊടുക്കുവാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എനിക്ക് അവിടെ പോയി കൃത്യമായിട്ട് ഇന്ന സ്ഥാനത്ത് ജലമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയും അവരവിടെ കിണർ കുഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ജലം ലഭിച്ചു കഴിഞ്ഞാൽ അത് അന്ധമായിട്ടുള്ള വിശ്വാസമല്ല, അത് യഥാർത്ഥമായിട്ടുള്ള ഒരു വസ്തുതയല്ലേ? അങ്ങനെയെങ്കിൽ ഭൂമിയിൽ എവിടെ കുഴിച്ചാലും ജലം കിട്ടുമല്ലോ. ഭൂമിയിൽ എവിടെ കുഴിച്ചു കഴിഞ്ഞാലും, അതായത് നമ്മൾ പാടശേഖരങ്ങളോടനുബന്ധിച്ചിട്ടുള്ള ഒരു സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ജലം കാണും. അത് നമ്മൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു വസ്തുത തന്നെയാണ്. പക്ഷെ നമ്മൾക്ക് കുടിക്കാൻ അനുയോജ്യമായിട്ടുള്ള കിണറിന് സ്ഥാനമായിട്ടുള്ള ജലത്തിന്റെ സ്ഥാനം എവിടെയാണെന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഉയർന്ന പ്രദേശങ്ങളിലെ മലം പ്രദേശങ്ങളിലെ കുന്നിൻ ചെരിവുകളിൽ അവിടെയൊക്കെ ജലസാന്നിധ്യം എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക സാധാരണഗതിയിൽ സാധാരണക്കാർക്ക് ദുഷ്കരമായിരിക്കുന്ന ഒരവസ്ഥയിൽ അവിടെ നമ്മൾക്ക് സ്ഥാനനിർണയം നടത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നവരോട് എനിക്ക് ഇത് സംബന്ധിച്ച് പറയുവാനുള്ളത്. അതുകൂടാതെ തന്നെ
താമസ സ്ഥലത്ത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ ഉള്ള ദുരവസ്ഥകൾ ഉണ്ടായി കഴിയുമ്പോൾ അതിനൊരു പരിഹാരം കൃത്യമായിട്ട് നിർദ്ദേശിച്ചു കൊടുക്കുകയും അവർക്കതിനൊരു മാറ്റം വരുത്തുവാൻ കഴിയുമെങ്കിൽ അത് അന്ധവിശ്വാസമാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം.